ഓസ്ട്രേലിയയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 8 പ്രൊഫഷൻസ് ഉണ്ട്. ഓസ്ട്രേലിയയിൽ ഇൻ ഡിമാൻഡ് ആയിട്ടുള്ള വളരെയധികം ആൾക്കാരെ വീണ്ടും വീണ്ടും തപ്പിക്കൊണ്ടിരിക്കുന്ന 8 പ്രൊഫഷൻസ് ആണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തേത് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ്, ഇൻക്ലൂഡിങ് നേഴ്സ്, ഡോക്ടർ, അതുപോലെ മറ്റുള്ള അലൈഡ് പ്രൊഫഷണൽസ് ഒക്കെ തന്നെ. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഇവിടെയുള്ള ഓസ്ട്രേലിയൻ പോപ്പുലേഷന് ഏജിങ് ആവുകയാണ്, അതായത് കൂടുതൽ ഏജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഏജ് കെയറിനും അതുപോലെ ഹോസ്പിറ്റൽസിനും ഒക്കെ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ മറ്റൊരു കാരണം എന്ന് പറയുന്നത് കോവിഡ് 2020 സംഭവിച്ചതിന് ശേഷം കൂടുതൽ ആൾക്കാർക്ക് മനസ്സിലായി ഹെൽത്ത് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും ഹെൽത്തി ആയിട്ടിരിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഒരു കാര്യവുമില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഗവൺമെൻറ് ഇവിടുത്തെ ഹോസ്പിറ്റൽ ഇൻഡസ്ട്രി കൂടുതലായിട്ട് ഇൻവെസ്റ്റഡ് ആയിരിക്കുന്നത്. ആൾക്കാരുടെ വെൽഫെയറിന് വേണ്ടി ഹോസ്പിറ്റൽ ഇൻഡസ്ട്രിയെ കൂടുതൽ ഫണ്ട് ചെയ്ത് കൂടുതലായിട്ട് ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഈ ഹോസ്പിറ്റാലിറ്റി ഫീൽഡിൽ ഒരിക്കലും നിലയ്ക്കാത്ത ഒരു ജോബ് റിക്വയർമെൻറ്റ് ഓൾവേസ് ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ഒരു 10-20 വർഷത്തേക്ക് ഈ ഡിമാൻഡ് നിലനിൽക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല ഈ ഹോസ്പിറ്റാലിറ്റി ഫീൽഡിൽ. അതുകൊണ്ട് നിങ്ങളിനി +2 കഴിഞ്ഞവരാണെങ്കിലും അതല്ല നിങ്ങളൊരു കോഴ്സ് എടുക്കാൻ തീരുമാനിച്ചവരാണെങ്കിലും ഈ ഹോസ്പിറ്റാലിറ്റി ഫീൽഡിൽ നിങ്ങൾക്ക് ഓൾവേസ് ഓസ്ട്രേലിയയിൽ ജോലി ഉണ്ടാവും. രണ്ടാമത്തേത് സോഫ്റ്റ്വെയർ ആൻഡ് അനലിസ്റ്റ് പ്രോഗ്രാമേഴ്സ്. ഇതിൻ്റെ കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇൻ്റർനെറ്റ് ആക്സസ് ഇല്ലാത്ത വളരെ തുച്ഛമായ ആൾക്കാരെ ഓസ്ട്രേലിയ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ തന്നെ ബിസിനസ്സിനും അവരുടെയൊക്കെ തന്നെ ഓരോരോ കാര്യങ്ങൾക്കും ഒരു മൊബൈൽ ആപ്പ് യൂസ് ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, ഒരു ആവറേജ് സ്റ്റഡി അനുസരിച്ച് ഒരു ഓസ്ട്രേലിയൻ യൂസ് ചെയ്യുന്ന മൊബൈൽ ആപ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 100 ആണ് ആവറേജ്. അവർ ഒരു മാസം കൊണ്ട് കടന്നു പോകുന്ന ആപ്പുകളുടെ എണ്ണമാണ് 100 എന്ന് പറയുന്നത്. ഓരോ മനുഷ്യനും അതൊരു ആവറേജ് മാത്രമാണ്. ഹൈ എന്ന് പറയുന്നത് 1000 ആവാം, 2000 ആവാം. നമ്മൾ ആപ്പ് സ്റ്റോറിൽ പോയി ആപ്പ് സിംപ്ലി ഡൗൺലോഡ് ചെയ്യുന്നു, പക്ഷേ അതിൻ്റെ പുറകിലുള്ള ബുദ്ധി എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിൻ്റെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഡെവലപ്പേഴ്സിനും അതുപോലെ സോഫ്റ്റ്വെയർ അനലിസ്റ്റിനും ഇനി സാധ്യത കൂടി വരാനേ സാധ്യതയുള്ളൂ. അതുകൂടാതെ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഓരോ ദിവസം ചെല്ലുന്തോറും അപ്ഗ്രേഡഡ് ആയിട്ടും കൂടുതൽ പ്രോഗ്രസ്സിൽ നേടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഡെഫിനറ്റ് ആയിട്ടും സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിന് ഇനി അങ്ങോട്ട് നല്ല കാലമാണ് വരുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മൂന്നാമത്തേത് കൺസ്ട്രക്ഷൻ എഞ്ചിനീയറിംഗ് പ്രൊഫഷണൽസ്, ഇൻക്ലൂഡിങ് ഞാനും ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, ഇപ്പോഴും പണ്ടും എപ്പോഴും. അപ്പോൾ അങ്ങനെയുള്ള ഫീൽഡിലുള്ളവർ, പ്രത്യേകിച്ച് സിവിൽ എഞ്ചിനീയറിംഗ് അങ്ങനത്തെ പ്രൊഫഷനൊക്കെ തന്നെ വളരെയധികം ഡിമാൻഡ് ഉള്ളതാണ് ഓസ്ട്രേലിയയിൽ. കാരണം എന്ന് പറയുന്നത് ഓസ്ട്രേലിയ മൈഗ്രേഷൻ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ കാര്യം ഓസ്ട്രേലിയയെ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുക. കൂടുതൽ ആൾക്കാർ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഓസ്ട്രേലിയക്ക് ഇൻകം ഉണ്ട്, അതുപോലെ തന്നെ ഓസ്ട്രേലിയ എന്നൊരു കൺട്രി വൈസ് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് അർബനൈസേഷൻ, അതായത് വീടുകൾ ഡെവലപ്പ് ചെയ്തേ പറ്റുള്ളൂ. വീടുകൾ എന്ന് പറയുന്നത് അപ്പാർട്ട്മെൻറ്റുകളാകാം, ആ അപ്പാർട്ട്മെൻറ്റുകളിൽ താമസിക്കുന്നവർ ഫെസിലിറ്റീസ് ആവാം. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഡെവലപ്പ് ചെയ്യണമെങ്കിൽ കൺസ്ട്രക്ഷൻ ഡെവലപ്പ് ചെയ്തേ പറ്റുള്ളൂ. കോവിഡിൻ്റെ സമയത്ത് പോലും ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത്, അല്ലെങ്കിൽ ഓപ്പൺ ആയിരിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞ ഹെൽത്ത് ഇൻഡസ്ട്രിയുടെ കൂടെ മറ്റൊരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് കൺസ്ട്രക്ഷനാണ്. അതിന് കാരണം എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ നിന്ന് പോയാൽ വളരെയധികം ആൾക്കാരെ അത് അഫക്റ്റ് ചെയ്യും. ഇവിടെയുള്ള പലരുടെയും ജോലി എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ്. ഒരു എഞ്ചിനീയർ ആയിരിക്കുമ്പോൾ, എൻ്റെ പണ്ട് എഞ്ചിനീയറിംഗ് കോളേജിൽ എൻ്റെ ഒരു ടീച്ചർ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണല്ലോ. അപ്പോൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾ വർക്ക് ചെയ്യാൻ കൂടുതൽ ചാൻസ് ഉള്ളതെന്ന് പറയുന്നത് ബിൽഡിംഗ് സർവീസസിലാണ്. അത് വളരെ കറക്റ്റാണ്. എനിക്കറിയാവുന്ന ഒരുവിധപ്പെട്ട ഇലക്ട്രിക്കൽ എഞ്ചിനീയറിൻ്റെ കൂട്ടത്തിൽ പഠിച്ചവരൊക്കെ തന്നെ വർക്ക് ചെയ്യുന്നത് ബിൽഡിംഗ് സർവീസിലാണ്. അതിൽ മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിക്കോട്ടെ, സിവിൽ എഞ്ചിനീയർ ആയിക്കോട്ടെ, മറ്റേതൊരു എഞ്ചിനീയർ ആയിക്കോട്ടെ, ബിൽഡിംഗ് സർവീസിലാണ് കൂടുതലായിട്ടും ജോലികളുള്ളത്. എഞ്ചിനീയേഴ്സ് വേണമെന്നില്ല, മറ്റുള്ള ട്രേഡുകൾക്കൊക്കെ തന്നെ. അതുകൊണ്ട് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിലുള്ള സ്കിൽഡ് പ്രൊഫഷണൽസിന് ഇനി ഡിമാൻഡ് അങ്ങോട്ട് കൂടും എന്ന് ഞാൻ തീർച്ചയായും വിശ്വസിക്കുന്നു. നാലാമത്തേത് ടീച്ചേഴ്സ്, ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേറ്റേഴ്സ്. ഗ്രോത്ത് ചെയ്യുകയാണ് ഓസ്ട്രേലിയ. കൂടുതൽ മൈഗ്രൻസിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. അതുകൂടാതെ തന്നെ അവരുടെയൊക്കെ തന്നെ കുട്ടികളും ഇങ്ങോട്ട് വരുന്നുണ്ട്. അവർക്കൊക്കെ തന്നെ പഠിക്കാനുള്ള ഫെസിലിറ്റി വേണം. പിന്നെ ഇവിടെ ഉള്ളവർക്ക് ഇവർക്കും പഠിക്കാനുള്ള ഫെസിലിറ്റി. ടീച്ചർ ഫീൽഡിൽ എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഡെവലപ്പ് ആയി പോകാൻ സാധിക്കുകയുള്ളൂ. ഇവിടെയുള്ള ടീച്ചേഴ്സിന് ഡിമാൻഡ് വളരെയധികം കൂടുതലാണ്. കാരണം നല്ല സ്കിൽഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിനെ കിട്ടാനില്ല എന്നുള്ളത് കൊണ്ട് തന്നെ കാരണം. അപ്പോൾ നല്ല ഹൈലി എക്സ്പീരിയൻസ്ഡ് ആണ്, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് എബിലിറ്റീസ് ഉണ്ട് ടീച്ചിങ്ങിൽ ഒക്കെ തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് സ്കിൽഡ് വിസകൾ കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അടുത്തത് എന്ന് പറയുന്നത് സോഷ്യൽ ഒരുവിധപ്പെട്ട മലയാളികൾ ഒരു 60-70% ആൾക്കാർ വർക്ക് ചെയ്യുന്ന ഒരു ഫീൽഡാണ് സോഷ്യൽ അസിസ്റ്റൻസ് ഫീൽഡ് എന്ന് പറയുന്നത്. ഇത് ഡിസബിലിറ്റി കെയർ ആവാം. അതുപോലെ ഓസ്ട്രേലിയ ഒരു സിസ്റ്റം ഉണ്ട്, NDIS, നാഷണൽ ഡിസബിലിറ്റി ഇൻഷുറൻസ് സ്കീം. ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരെ ഹെൽപ്പ്
ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റം. ഇതിൽ ഞാനും ഒരു തവണ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഫുൾ ടൈം ജോലി ഉള്ളതുകൊണ്ട് പിന്നീട് ഞാൻ അതിലേക്ക് തിരിഞ്ഞില്ല. നിങ്ങൾക്ക് നടക്കാനും ഓടാനും ചാടാനും ഒരാളെ ഹെൽപ്പ് ചെയ്യാനും ഒക്കെ സാധിക്കുമെങ്കിൽ ആ എബിലിറ്റി ഉപയോഗിച്ച് നിങ്ങൾ ക്യാഷ് ഉണ്ടാക്കുന്നു. അതാണ് ഈ ഡിസബിലിറ്റി ഫീൽഡിൽ മെയിൻ വർക്ക് എന്ന് പറയുന്നത്. ഏജ് കെയറിലും നമുക്ക് കയറി പറ്റാൻ സാധിക്കും. ഈ ഫീൽഡുകളിലൊക്കെ തന്നെ ഡിമാൻഡ് കൂടി വരികയാണ്. എല്ലാ ഫീൽഡുകളും എന്ന പോലെ തന്നെ ആൾക്കാരുടെ ഹെൽത്ത് ഡിറ്റീരിയറേറ്റ് ചെയ്യുമ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാർ വേണം. ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 2% ആണ് ഓസ്ട്രേലിയയിൽ. ഈ 2% ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ആൾ വേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ ഇൻഡസ്ട്രി ഇനി ബൂം ആവാൻ പോകുന്ന ഒരു ഇൻഡസ്ട്രി ആണെന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. ഇനി അടുത്തതെന്ന് പറയുന്നത് IT പ്രൊഫഷണൽസ്. IT പ്രൊഫഷണൽസിൽ സ്പെസിഫിക് ആയിട്ട് എനിക്ക് പറയാനുള്ളത് സൈബർ സെക്യൂരിറ്റി പ്രൊവിഷൻ. ഇപ്പോൾ സൈബർ സെക്യൂരിറ്റി കോഴ്സുകൾ വളരെയധികമായിട്ട് ഓസ്ട്രേലിയയിൽ കണ്ടുവരാറുണ്ട്. ഒത്തിരി പേര് ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ട് പഠിച്ചു വന്നവരുണ്ട്. ചിലർക്ക് ജോലി കിട്ടും, ചിലർക്ക് ജോലി കിട്ടാൻ സമയമെടുക്കുന്നുണ്ട്, അതൊക്കെയുണ്ട്. എന്നിരുന്നാലും ഈ ഫീൽഡിൽ നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നീട് കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഡെഫിനറ്റ് ആയിട്ടും ഈ ഫീൽഡിൽ നല്ല ഡിമാൻഡ് ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് കാരണമെന്ന് പറയുന്നത് ഇപ്പോൾ സൈബർ അറ്റാക്കുകളുടെ എണ്ണം എന്ന് പറയുന്നത് വളരെയധികം. പറയാൻ വളരെ കടുകട്ടിയുള്ള ഒരു വേർഡാണ് സൈബർ അറ്റാക്ക്. എങ്കിലും എനിക്ക് പലപ്പോഴും ഫേസ് ചെയ്തിട്ട് വന്നിട്ടുള്ള ഒരു കാര്യമാണ്. എൻ്റെ പാസ്വേഡ് വേറൊരാൾ യൂസ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ജിമെയിലിൽ വരുന്നു. എൻ്റെ യൂട്യൂബ് അക്കൗണ്ട് ഒരാൾ യൂസ് ചെയ്യുന്നവരും ജിമെയിൽ വരുന്ന, ഫേസ്ബുക്ക് അക്കൗണ്ട്, ഇൻസ്റ്റാഗ്രാം, അതുപോലെ എൻ്റെ എത്രത്തോളം അക്കൗണ്ടുകൾ എനിക്കതിനെ അറിയത്തില്ല. എൻ്റെ അക്കൗണ്ടുകൾ എത്രത്തോളം വെബ്സൈറ്റുകളിലും ആപ്പുകളിലും എനിക്ക് അക്കൗണ്ട് ഉണ്ടെന്നുള്ളത് എനിക്ക് തന്നെ അറിയത്തില്ല. പല വെബ്സൈറ്റുകളിലും നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ്, നിങ്ങളുടെ അഡ്രസ്സ്, നിങ്ങളുടെ ഐഡൻറ്റിറ്റി അഡ്രസ്സ്, നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ, നിങ്ങളുടെ ഫോട്ടോ, എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട്. ഈ വെബ്സൈറ്റുകളൊക്കെ തന്നെ ലീക്ക് ആവാറുണ്ട്. നിങ്ങൾക്ക് ഡാർക്ക് വെബ് മോണിറ്റർ എന്ന് പറഞ്ഞാൽ ഗൂഗിളിലെ ഒരു സിസ്റ്റം ഉണ്ട്. അതിൽ പോയി നോക്കി അറിയാം നിങ്ങളുടെ ഡേറ്റ പബ്ലിക്കിൽ ഷെയർ ആയിട്ടുണ്ടോ എന്നുള്ളത്. എൻ്റെ ഡേറ്റ പോലും 20 ലീക്സിൽ ഈ കഴിഞ്ഞ 5 ഇയറിൽ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ വളരെ കെയർഫുൾ ആയിട്ട് VPN ഒക്കെ യൂസ് ചെയ്യുന്നതെങ്കിലും ഇത് സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഇയറിൽ ഇതിൻ്റെ എണ്ണം, ഈ ത്രെട്ടുകളുടെ അല്ലെങ്കിൽ ഈ സ്കാംസിൻ്റെ എണ്ണം വളരെ അധികമായിട്ട് കൂടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് സൈബർ സെക്യൂരിറ്റി പ്രൊഫഷണൽസിന് ഇനി അങ്ങോട്ട് നല്ല കാലം ഉറപ്പ്. അടുത്തത് ലാസ്റ്റ് എന്ന് പറയുന്നത് ബിസിനസ് പ്രൊഫഷണൽസ്. അതായത് സെയിൽസിലും HR മാർക്കറ്റിംഗ് മാനേജറും അങ്ങനത്തെ കുറേ പ്രൊഫഷൻസ് ഉണ്ട്. ആ ഒരു ഫീൽഡിൽ ഇനി ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും. ബിസിനസ്സുകളുടെ എണ്ണം ഓരോ ദിവസം ചെല്ലുന്തോറും ഓസ്ട്രേലിയയിൽ വളർന്നു വരികയാണ്. എല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരു ബിസിനസ് ചെയ്ത് നല്ലൊരു സക്സസ്ഫുൾ ബിസിനസ്മാനായി മാറണമെന്ന്. അതുകൊണ്ട് തന്നെ ഒരു നിലയിൽ എത്തിക്കഴിയുമ്പോൾ ആ ബിസിനസ് തുടങ്ങിയ ആൾ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് എന്തുകൊണ്ട് എൻ്റെ വർക്ക് ഡെലിഗേറ്റ് ചെയ്തുകൂടാ? ഡെലിഗേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താ പ്രയോജനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബിസിനസ്സിൽ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർക്ക് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അതാണ് നമ്മളുടെ സെയിൽസ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ബിസിനസ്സുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഫീൽഡിൽ ഡെഫിനറ്റ് ആയിട്ടും ഒരു ഉയർച്ച അല്ലെങ്കിൽ നമ്പർ ഓഫ് ജോബ്സ് ഇനിയും കൂടും എന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നുണ്ട്. ഇനി ഇതൊന്നും കൂടാതെ മറ്റു ചില ഫീൽഡ്സ് എന്ന് പറയുന്നത് ഇലക്ട്രീഷ്യൻ ആയിരിക്കുന്ന ആൾക്കാർക്ക് വൻ ഡിമാൻഡ് ഉണ്ട് ഓസ്ട്രേലിയയിൽ. ഓട്ടോ മെക്കാനിക് ആയിട്ടുള്ള ആൾക്കാർ, അതുപോലെ HVAC ടെക്നീഷ്യൻസ്, മറ്റു പല ഫീൽഡുകളിലും ഇതുപോലെ തന്നെ ട്രേഡുകളായിട്ടുള്ള ആൾക്കാർക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ വളരെയധികം ചാൻസ് ഉണ്ട് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ. കാരണം അവരെ ഒന്നും അധികമായിട്ട് കിട്ടാനില്ല. നല്ല ഹാർഡ് വർക്കിംഗ് ജോബ്സ് ആയതുകൊണ്ട് തന്നെ കിട്ടാനില്ലാത്തത് കൊണ്ടും ഓസ്ട്രേലിയയിൽ അതിന് വളരെയധികം ഡിമാൻഡ്സ് ഉണ്ട് ഈ ട്രേഡ്സുകളൊക്കെ തന്നെ. അപ്പോൾ ഇപ്പോൾ പറഞ്ഞതൊക്കെ തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ എൻ്റെ ഒരു റിസർച്ചിൻ്റെ ഫലം എന്ന് പറയുന്നത്. ഇനി മറ്റുള്ള ഒക്യുപ്പേഷൻസും ഓസ്ട്രേലിയ ഡിമാൻഡിങ് ആയിട്ടുള്ളത് ഉണ്ടാവാമെന്ന് ഞാൻ ഡെഫിനറ്റ് ആയിട്ടും വിശ്വസിക്കുന്നു. കാരണം എൻ്റെ കണ്ണുകളിൽ കൂടെ ഞാൻ റിസർച്ച് ചെയ്തപ്പോൾ ഞാൻ കണ്ടുപിടിച്ച കാര്യങ്ങൾ, പ്രൊഫഷൻസ് ആണ് ഇതൊക്കെ. നിങ്ങൾക്ക് മറ്റു ചില പ്രൊഫഷൻസ് അറിയാമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്ക് കമൻറ്റിൽ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഗൈസ്.